എല്ലാരും എന്തെടുക്കാണ്? സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എന്താണ്? എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ട്ടോ. മാത്രമല്ല ഇതെങ്ങനെ യൂസ് ചെയ്യുന്നത്, ഞാൻ എങ്ങനെയാണ് യൂസ് ചെയ്തത്, എനിക്കിത് ഇതും കൊണ്ട് റിസൾട്ട് കിട്ടിയോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പൊ വീഡിയോ മുഴുവനും കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. നമ്മള് ലേറ്റസ്റ്റ് ആയിട്ട് നമ്മള് പർപ്പിളിന്റെ ഷോപ്പിങ്ങിനെ പറ്റിയിട്ടാണെങ്കിലൊക്കെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കാണുക. അതൊരു കുട്ടി വീഡിയോയാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഈ വീഡിയോയിൽ ഞാൻ പറയണത് എന്താന്ന് വെച്ചാല്, നമ്മൾ ഈ ബെയർ അനാട്ടമിയുടെ സെറത്തെ പറ്റിയും അതേപോലെ ബെയർ അനാട്ടമിയുടെ കണ്ടീഷണർ, ഷാംപൂ ഒക്കെ മേടിച്ചതിനെ പറ്റിയല്ലേ നമ്മൾ പറഞ്ഞുള്ളൂ. അതെങ്ങനെ യൂസ് ചെയ്യേണ്ടത് എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന് പിന്നീടാണ് ഞാൻ ഓർത്തത്. അപ്പൊ ഞാൻ വിചാരിച്ചെന്നാ പിന്നെ പറഞ്ഞു കൊടുക്കാം. എനിക്ക് അതിൽ റിസൾട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ വേറെ ആൾക്ക് ഷെയർ ചെയ്യുന്നതിൽ കുറ്റമില്ലല്ലോ. അപ്പൊ അതുകൊണ്ടിട്ട് ഞാൻ പറഞ്ഞു തരാന്ന് വിചാരിച്ചിട്ടാണ്. ഞാന് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഈ ഡാൻഡ്രഫ് എന്റെ പൊന്നെ ഭയങ്കര ശരണീയമുള്ളൊരു ഒരു സാധനമാണ് ഈ ഡാൻഡ്രഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എത്രയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ എങ്ങനെയെങ്കിലൊക്കെ എവിടെയെങ്കിലൊക്കെ കാണും. അപ്പോ ഞാൻ വിചാരിച്ചു, ദൈവം ഇനിയിപ്പം ഡാൻഡ്രഫ് കളയാനായിട്ട് ഇപ്പൊ എന്താ മാർഗം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആദ്യം ഇങ്ങനെ വിഷമിച്ചിരുന്ന് തലയിലെ മുടിയൊക്കെ അങ്ങ് പോയി. അത് ആ ചീവി കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഇഷ്ടംപോലെ മുടി പോകും. നമുക്കത് കാണുമ്പോ നമുക്കൊരു സങ്കടം, ഒരു വിഷമമൊക്കെ വരുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന ഒരു ടൈമായിരുന്നു. അപ്പോഴാണ് ഞാൻ ബെയർ അനാട്ടമിയുടെ, ഇത് പ്രമോഷൻ ഒന്നും അല്ല കേട്ടാ, അപ്പോഴാണ് ഞാൻ ബെയർ അനാട്ടമിയുടെ ആന്റി ഡാൻഡ്രഫ് ഷാമ്പൂവും കണ്ടീഷണറും ഞാൻ കാണുന്നത്. ഇനിയിപ്പോ ഞാൻ വിചാരിച്ചു എന്നാ ഇതും കൂടി ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ച അങ്ങനെയാണ് ഞാൻ അത് വാങ്ങിക്കുന്നത്. വാങ്ങിച്ചെല്ലാം കഴിഞ്ഞിട്ട് പിന്നീട് അത് യൂസ് ചെയ്തു. അത് യൂസ് ചെയ്യണ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നന്നായിട്ട് നമ്മൾ സ്കാൽപ്പിൽ നന്നായിട്ട് മസാജ് ചെയ്ത് തന്നെ യൂസ് ചെയ്യാൻ നോക്കട്ടെ മാക്സിമം. ഞാന് നല്ല രീതിക്ക് ടൈം എടുത്തിട്ട് തന്നെയാണ് ഇപ്പം അത് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ ഹെയർ സെറം ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഈ ബെയർ അനാട്ടമി ഷാമ്പൂവും കണ്ടീഷണറൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം ആ നനഞ്ഞ ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ സെറം ഒന്നും ഉപയോഗിക്കരുത്. ഇപ്പൊ ഷാമ്പൂ ആണെങ്കിലും കണ്ടീഷണർ ആണെങ്കിലും അതിന്റെ ടെക്സ്ചർ വൈസ് സൂപ്പറാണ്. സ്മെല്ലാണെങ്കിലും വലിയ കുഴപ്പമില്ലാത്ത ഒരു സ്മെല്ലാണ്. പിന്നെ അതേപോലെ അതിട്ട് കഴുകി കഴിയുമ്പോൾ തന്നെ നമുക്കൊരു ചെറിയൊരു റിലീഫ്, ഇച്ചിരിയെങ്കിലും മാറിയല്ലോ എന്നുള്ളൊരു റിലീഫ് നമുക്ക് വരാറുണ്ട്. എനിക്ക് പേഴ്സണലി വരാറുണ്ട്. കാരണം ഞാൻ ഇതിനായിട്ട് എന്താ തുനിഞ്ഞിറങ്ങിയേക്കുന്ന ഒരാളാണ്. ഈ ഡാൻഡ്രഫ് എങ്ങനെയും ഒന്ന് പോണോലോ എന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കുന്ന ഒരാളല്ലേ. അപ്പൊ അതുകൊണ്ടിട്ട് എനിക്കതൊരു റിലീഫായിട്ട് തോന്നി. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ ആയിട്ട് തന്നെ ഈ ബെയർ അനാട്ടമിയുടെ ഈ സെറം ഞാൻ യൂസ് ചെയ്യും. നന്നായിട്ട് സ്കാൽപ്പിൽ ഇങ്ങനെ വകച്ചിലൊക്കെ എടുത്ത് ഓരോരോ സൈഡ് പാർട്ട് ബൈ പാർട്ടായിട്ട് വകച്ചിലെടുത്തിട്ട് ഞാൻ നന്നായിട്ട് അത് അപ്ലൈ ചെയ്യും. 30 ml ആണ് ട്ടാ. ഒരു ചെറിയൊരു കുപ്പിയാണ്, ഞാൻ കാണിച്ചു തരാം. 30 ml ആണ്. സത്യം പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഒരു മാസമൊക്കെ 4 വീക്സ് ആണ് ഇത് ഉപയോഗിക്കാനായിട്ട് അവർ പറഞ്ഞേക്കണത്. അഡ്വാൻസ്ഡ് ഹെയർ ഗ്രോത്ത് സർവീസ് ശരിക്കും പറഞ്ഞാൽ തീർന്ന കുപ്പിയാണേ. കുപ്പി വേറെ വന്നിട്ടുണ്ട്. അപ്പൊ ഇനി അത് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പം. അത് കാരണമാണ് ഞാൻ അത് കാണിക്കാത്തത്. ഇത് തന്നെ സെയിം കുപ്പി തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഇത് 4 ആഴ്ച ഉപയോഗിക്കാനാണ് പറഞ്ഞേക്കണത് കേട്ടോ. അപ്പൊ ഞാൻ 4 ആഴ്ചയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇത് കുറയുന്നുണ്ട് എന്തായാലും, ഹെയർ ഫോളും കാര്യങ്ങളൊക്കെ കുറയുന്നുണ്ട്, എനിക്ക് റിസൾട്ട് ഉണ്ട്. മാത്രമല്ല നമ്മൾ ഉറങ്ങുന്നതിന് മുന്നേ ഇത് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങുക. പിറ്റേ ദിവസം ചെടയൊക്കെ കളഞ്ഞിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്. ഈ ചെട ഇരുന്നാൽ തന്നെയും കുറെ മുടി അങ്ങനെ പോയി കിട്ടും. പിന്നെ താരനുണ്ടെങ്കിൽ അങ്ങനെയും പോകും. പിന്നെ ഈ പറഞ്ഞ പോലെ ഹെയർ ഫോൾ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും കുറെ മുടി പോകും. അപ്പൊ മൊത്തത്തിൽ ശരിക്കും പറഞ്ഞാൽ മുടി പൊഴിച്ചിലിന്റെ ഒരു ഘോഷയാത്രയാണ് സത്യം പറഞ്ഞ. അപ്പൊ ഞാനത് ഒരുപാട് അനുഭവിച്ച ഒരാളാണ്. അപ്പൊ ഇപ്പോഴാണ് കറക്റ്റ് ടൈം എനിക്ക് റിസൾട്ട് കിട്ടിയത്. ഈ ഒരു കറക്റ്റ് ടൈം ആയപ്പോഴാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളും വാങ്ങിച്ച് യൂസ് ചെയ്യുക. ഞാൻ വീണ്ടും പറയണു, ഇതൊന്നും പ്രൊമോഷൻ അല്ല. നമ്മൾ മേടിച്ച് ഉപയോഗിച്ചിട്ട് ജെനുവിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്. ഇപ്പൊ ഞാനിത് ഉപയോഗിക്കണം കണ്ടിട്ട് എന്റെ അമ്മയും ഇപ്പൊ ഈ പറയണ പോലെ തന്നെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആൾക്ക് ഇതിനെക്കാട്ടിലും കഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് വർക്ക് ആവുന്ന ഒരു സാധനമാണ്. പിന്നെ വിഷ് കെയറിന്റെയും പല ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ വിഷ് കെയറിനെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഇനി ഇത് കൊണ്ട് തന്നെ എല്ലാം മാറുമെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വേറെയിലേക്ക് സ്വിച്ച് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത് തന്നെ ഉപയോഗിക്കുകയാണ് ഇപ്പൊ. അപ്പൊ അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങിക്കാനായിട്ട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ
ടാഗ് ചെയ്യാം, പ്രൊഡക്റ്റ് ഞാൻ ടാഗ് ചെയ്തേക്കാം. ഡയറക്റ്റ് നിങ്ങൾക്ക് അവിടെ തന്നെ പോയി വാങ്ങിക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട്. അപ്പോ എല്ലാരും ഇത് മേടിച്ച് ട്രൈ ചെയ്ത് നോക്കുക, അറ്റ്ലീസ്റ്റ് ട്രൈ എങ്കിലും ചെയ്യുക. എന്നിട്ട് വർക്ക് ആവുന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം. അതും മെയിൻ ആയിട്ടാണ് ഈ കണ്ടിന്യൂസ് എന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞത് മെയിൻ ആണ്. എന്തെങ്കിലും ഒരു കാര്യത്തിന് കണ്ടിന്യൂറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ മൊത്തത്തിൽ ഫ്ലോപ്പ് ആവും. അപ്പൊ ഒരു 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം നമ്മൾ ഇത് ചെയ്തിട്ട് 4ാമത്തെ ദിവസം അല്ലെങ്കിൽ 5ാമത്തെ ദിവസം പിന്നെ നമ്മൾ മടി കൊണ്ട് നമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ കൊണ്ട് തീർന്നു. പിന്നെ നമുക്ക് ഹെയർ ഫോൾ തുടങ്ങും. അപ്പോ എല്ലാരും മേടിച്ച് യൂസ് ചെയ്യാം. അപ്പൊ ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. മുന്നേ വീഡിയോ ആരെങ്കിലും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഞാൻ ഇവിടെ ഐക്കാർഡിലോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് പോയി കാണാം കേട്ടോ. ഓക്കെ, ബൈ.